ഹായ് ഗായ്സ് 45 ഡേയ്സ് ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച് ഇന്ന് എൻ്റെ ലെഗ് ഡേ ആയിരുന്നു. യൂഷ്വലി ഞാൻ ഈ ഒരു ബാറ് മാത്രം ഇട്ടിട്ടാട്ടോ കളിക്കാറ്. പക്ഷേ ഇന്ന് വെയിറ്റ് ഒക്കെ ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ബിക്കോസ് ഇത് കാണുന്നവർക്ക് വലിയ വെയിറ്റ് തോന്നുന്നുണ്ടാവില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യത്തിൽ കൂടുതലായിട്ടുള്ള വെയിറ്റ് തന്നെയാണ്. രണ്ട് സൈഡുമായിട്ട് 10 ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാറിന് തന്നെ ഓൾമോസ്റ്റ് ഒരു 10 കിലോൻ്റെ അടുത്തുണ്ട്. അതിനുശേഷം ഈ ഒരു മെഷീനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മെഷീൻ ചെയ്യുന്ന സമയത്ത് ഇത് ഇപ്പം വരും എൻ്റെ കോച്ച്. അവനെ കാണുന്ന സമയത്ത് എനിക്ക് ചങ്ക് ഇങ്ങനെ ഇടിക്കും. പണ്ട് മാത്സ് ക്ലാസ്സിൽ മാത്സ് ടീച്ചർ വരുന്ന സമയത്ത് എനിക്ക് പേടിച്ചിട്ട് ടെൻഷനാണ്. അതേപോലെ കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 15 വട്ടം ചെയ്യുക, അത് കഴിഞ്ഞ് വെയിറ്റ് മാറ്റിയിട്ട് പിന്നെയും 15 ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാം. അപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പം അതാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവനോട് ഓരോ അടിയൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മൾ നല്ലതിന് വേണ്ടിയാണ്, നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ഓവർ ആക്കുന്നുണ്ടോ എൻ്റെ എക്സ്പ്രഷൻ എന്നുള്ള തോന്നലൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്കപ്പോൾ ഇത് ഒരിക്കലും ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഓവർ ആയിരുന്നില്ല. കാരണം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നാരങ്ങ വെള്ളം കുടിച്ചു. ഇപ്പോൾ നാരങ്ങ വെള്ളം ഒരു മസ്റ്റാട്ടോ. 2-3 ദിവസമായിട്ട് ജിമ്മ് കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട്. അതിനുശേഷം ഒരു അണ്ടാവിൽ വെള്ളം കുടിച്ചു. ലെഗ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കരമായിട്ട് 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വെള്ളത്തിന് ദാഹമുണ്ട്. അതിനുശേഷം എൻ്റെ ABC ജ്യൂസ് എടുത്തു. ദെൻ നമ്മൾ ഒരു ക്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ നെല്ലിക്കും ഇഞ്ചിയും അതേപോലെ നമ്മളെ കറിവേപ്പിലൊക്കെ വെച്ച്, അത് ഇന്നാട്ടോ സ്റ്റാർട്ട് ചെയ്ത് കുടിക്കാൻ മറന്നു തോന്നിയാണ്. അതിനുശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ ഉപ്പേരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. അതിനുശേഷം ഇതൊക്കെ ഞാൻ സ്മൂത്തിക്ക് വേണ്ടി ഫ്രീസ് ചെയ്യാൻ വെക്കുന്നതാണ്, രാവിലത്തെ സ്മൂത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഓരോ പീസൊക്കെ എടുത്ത് കഴിച്ചു. തന്നെ ഒരു ബനാന കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിച്ചിരുന്നു. ഫുഡല്ല, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് യൂഷ്വലി എടുക്കാറില്ല, പക്ഷെ ഇന്നൊരു പൂതി തോന്നിയപ്പോൾ എടുത്തതാണ്. പിന്നെ ദോശ കഴിച്ചു രാത്രി. അങ്ങനെ ഇന്നത്തെ ഡേ വൈൻഡപ്പായി.